ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ചതുർവിംശോധ്യായം. ഇതിൽ 67ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ചതുർവിംശോധ്യായഃ. മൈത്രേയ ഉവാച. വിജിതാശ്വോധിരാജാസീൽ പൃഥുപുത്രപൃഥുശ്രവാः യവീയോഭ്യോ ദദാൽ കാഷ്ഠാ ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സലഃ. ഹര്യക്ഷായാദിശൽപ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീചീം മൃഗസംജ്ഞായ തുര്യാം ദ്രവിണസേ വിഭൂ. അന്തർധാനഗതിം ശക്രാലബ്ധ്വാന്തർധാനസംജ്ഞിത അപത്യത്രയമാധത്താ ശിഖണ്ഡിന്യാം സുസമ്മതം. പാവകപവമാനശ്ച ശുചിരിത്യഗ്നയഃ പുരാ വസിഷ്ഠശാപാദുത്പന്നാ പുനര്യോഗഗതിം ഗതാ. അന്തർധാനോ നഭസ്വത്യാം ഹവിർധാനമവിന്ദത. ഇന്ദ്രമശ്വഹർത്താരം വിദ്വാനപി ന ജഘ്നിവാൻ രാജ്ഞാം വൃത്തിം കരാദാനദണ്ഡശുൽക്കാദിദാരുണാം മന്യമാനോ ദീർഘസത്രവ്യാജേന വിസസർജ. തത്രാഭിഹംസം പുരുഷം പരമാത്മാനമാത്മദൃക് യജംസ്തം ലോകതാമാപാകുശലേന സമാധിന. ഹവിർധാനാദ്ധവിർധാനീ വിദുരാസൂതഷട്സുതാൻ ബർഹിഷദം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം. ബർഹിഷത്സു മഹാഭാഗോ ഹാവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാദോ യോഗേഷു ച കുരുദ്വഹ. യസ്യേദം ദേവയജനമനുയജ്ഞം വിതന്വദഃ പ്രാചീനാഗ്രൈഃ കുശൈരാസീദാസ്ത്രിതം വസുധാതലം. സാമുദ്രീം ദേവദേവോക്തമുപയേമേഷ തദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ഠ്വലംകൃതാം പരിക്രമന്തീമുദ്വാഹേ ചകമേഗ്നിശുകീമിവ. വിബുധാസുരഗന്ധർവമുനിസിദ്ധനരോരഗാഃ വിജിതാഃ സൂര്യാദിക്ഷു കൊണയന്ത്യൈവ നൂപുരൈഃ. പ്രാചീനബർഹിഷപുത്രാഃ ശതധൃത്യാം ദശാഭവൻ തുല്യനാമവ്രതാഃ സർവേ ധർമ്മസ്നാതാഃ പ്രജേതസഃ. പിത്രാദിഷ്ടാ പ്രജാസർഗേ തപസേർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം തപസ്പതിം. യദുക്തം പഥി ദൃഷ്ടേന ഗിരിശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. വിദുര ഉവാച. പ്രചേതസാം ഗിരിത്രേണ യഥാസീത് പഥി സംഗമഃ യദുതാഃ ഹരപ്രീതസ്തന്നോ ബ്രഹ്മൻവദാർത്ഥവത്. സംഗമഃ ഖലു വിപ്രശ്രേ ശിവേനേഹ ശരീരിണാം ദുർലഭോ മുനയോ ദധ്യുരസംഗാത് യമഭീപ്സിതം. ആത്മാരാമോപി യസ്ത്വസ്യ ലോകകൽപ്പസ്യ രാധസേ ശക്തിയാ യുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവഃ. മൈത്രേയ ഉവാച. പ്രചേതസ പിതുർവാക്യം ശിരസാദായ സാധവഃ ദിശം പ്രതീജിം പ്രയയുസ്തപസ്യാധൃതചേതസഃ. സമുദ്രമുപവിസ്തീർണമപശ്യൻ സുമഹൽസരഃ മഹന്മനൈവ സ്വച്ഛം പ്രസന്നസലിലാശയം. നീല രക്തോൽപലാംഭോജകൽഹാരേന്ദീവരാകരം ഹംസസാരസചക്രാഹുകാരണ്ഡവനികൂജിതം മത്തഭ്രമരസൗസ്വര്യ ഹൃഷ്ടരോമലതാംഘ്രിപം പത്മകോശരജോദിക്ഷു വിക്ഷിപത്പവനോത്സവം. അത്ര ഗാന്ധർവമാകർണ്യ ദിവ്യമാർഗമനോഹരം വിസിസ്മ്യൂരാജപുത്രാസ്തേ മൃദംഗപണവാദ്യനു. തർഹ്യേവ സരസസ്തസ്മാൻ നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനമരപ്രവരം വിബുധാനുഗൈഃ. തപ്തഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണയമുർജാതകൗതുകാഃ. സ താൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ധർമ്മവത്സലഃ ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതാനുവാചഃ. ശ്രീരുദ്ര ഉവാച. യൂയം വേദിഷദഃ പുത്രാ വിദിതം വശ്ചികീർഷിതം അനുഗ്രഹായ ഭദ്രം വ ഏവം മേ ദർശനം കൃതം. യഃ പരം രംഹസ സാക്ഷാൽ ത്രിഗുണാജ്ജീവസംജ്ഞിതാത് ഭഗവന്തം വാസുദേവം പ്രപന്ന സ പ്രിയോ ഹി മേ. സ്വധർമ്മനിഷ്ഠ ശതജന്മഭിഃ പുമാൻ വിരിഞ്ചതാമേതി തതഃ പരം ഹി മാം അവ്യാകൃതം ഭാഗവതോഥ വൈഷ്ണവം പദം യഥാഹം വിബുധാ കലാത്യയേ. അഥ ഭാഗവതായൂയം പ്രിയാഃ സ്ഥ ഭഗവാൻ യഥാ നമൽ ഭാഗവതാനാം ജാപ്രേയാനന്യോസ്തി കർഹിചിൽ. ഇദം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ്വദാമി വാ.
मैत्रेय उवाच इत्यनुक्रोशहृदयो भगवान् आह तान् शिवः बद्धाञ्जलीन् राजपुत्रान् नारायणपरो वचः। श्रीरुद्र उवाच जितं त आत्मविद्धुर्यस्वस्तये सुस्थिरस्तु मे भवताराधसाराद्धं सर्वस्मात्मने नमः। नमः पङ्कजनाभाय भूतसूक्ष्मेन्द्रियात्मने वासुदेवाय शान्ताय कूटस्थाय स्वरोचिषे सङ्कर्षणाय सूक्ष्माय दुरान्तायान्तकाय च नमो विश्वप्रबोधाय प्रद्युम्नायान्तरात्मने नमो नमो निरुद्धाय ऋषिकेशेन्द्रियात्मने नमः परमहंसाय पूर्णाय निभृतात्मने। स्वर्गापवर्गद्वाराय नित्यं शुचिषदे नमः नमो हिरण्यवीर्याय चातुर्होत्राय तन्तवे नम ऊर्जैषेत्रेय्याः पतये यज्ञरेतसे तृप्तिदाय च जीवानां नमः सर्वरसात्मने। सर्वसत्त्वात्मदेहाय विशेषाय स्थवीयसे नमस्त्रैलोक्यपालाय सह ओजोबलाय च अर्थलिङ्गाय नभसे नमोऽन्तर्बहिरात्मने नमः पुण्याय लोकाय अमुष्मै भूरिवर्चसे प्रवृत्ताय निवृत्ताय पितृदेवाय कर्मणे नमो धर्मविपाकाय मृत्यवे दुःखदाय च नमस्ते आशिषामीशा मनवे कारणात्मने नमो धर्माय बृहते कृष्णाय गुण्ठमेधसे पुरुषाय पुराणाय सांख्ययोगेश्वराय च शक्तित्रयसमेताय मीढुषे हङ्कृतात्मने चेदागूदिरूपाय नमो वाचो विभूतये दर्शनं नो दिदृक्षूणां देहि भागवतार्चितं रूपं प्रियतमं स्वानां सर्वेन्द्रियगुणाञ्जनम् स्निग्धप्रावृद्धनश्यामं सर्वसौन्दर्यसंग्रहं चार्वायतचतुर्बाहुं सुजातरुचिराननं पद्मकोशपलाशाक्षं सुन्दरभ्रू सुनासिकं सुद्विजं सुकपोलास्यं समकर्णविभूषणं प्रीतिप्रहसिताबाङ्गमळगैरुपशोभितं लसल्पङ्कजकिञ्जल्कदुकूलं मृष्टकुण्डलं स्फुरत्किरीटवलयहारनूपुरमेखलं शङ्खचक्रगदा पद्ममालामण्युत्तमर्धिमत् सिंहस्कन्धत्विषो बिभ्र सौभगग्रीवकौस्तुभं श्रियानपायिन्याक्षिप्त निकषाश्मोरसोल्लसल् पूररेचक संविघ्नबलिवद्गुदलोदरं प्रतिसंक्रामयद्विश्वं नाभ्यावर्तगभीरया श्यामश्रोण्य अधिरोजिष्णदुकूलस्वर्णमेखलं समचार्वङ्घ्रिजङ्घोरु निम्नजानुसुदर्शनं पदाशरल्पद्मपलाश रोजिषा नखद्युभिर्नोन्दरघं विधुन्वता प्रदर्शयस्वीयमपास्तसाध्वसं पदं गुरो मार्गगुरुस्तमोजुषाम् एतद्रूपमनुध्येयमात्मशुद्धिमभीप्सतां यद्भक्तियोगोऽभयदः स्वधर्ममनुतिष्ठतां भवान् भक्तिमतालभ्यो दुर्लभः सर्वदेहिनां स्वराज्यस्याप्यभिमत एकान्तेनात्मविद्गतिः तं दुराराध्यमाराध्यः सतामपि दुरापया एकान्तभक्त्या को वाञ्छेत् पादमूलं विना बहिः तत्र निर्विष्टमरणं कृतान्तो नाभिमन्यते विश्वं विध्वंसयन् वीर्य शौर्यविस्फूर्जितभ्रुवा अथानघाङ्घ्रेस्तव कीर्तितीर्थयो कीर्तितीर्थयोरन्तर्बहिस्नान विधूतपात्मनां भूतेष्वनुक्रोशसुसत्त्वशीलिनां स्यात् सङ्गमोऽनुग्रह एष नस्तव न यस्य चित्तं बहिरर्थविभ्रमं तमो गुहायां च विशुद्धमाविशल् यल्भक्तियोगानुगृहीतमञ्जसा मुनिर्विचष्टेदनु तत्र ते गतिम् यत्रेदं व्यज्यते विश्वं विश्वस्मिन्नवभाति यद् तत्त्वं ब्रह्मपरं ज्योतिराकाशमिव विस्तृतम् यो माययेदं पुरिरूपया सृजल् बिभर्ति भूय क्षपयत्यविक्रियः
യദ്ഭേദബുദ്ധി സദിവാത്മദുസ്ഥയാ തമാത്മതന്ത്രം ഭഗവൻ പ്രതീമഹി ക്രിയാകലാപൈരിതമേവ യോഗിനഃ ശ്രദ്ധാന്വിതാഃ സാധു യജന്തി സിദ്ധയേ ഭൂതേന്ദ്രിയാന്തഃകരണോപലക്ഷിതം വേദേ ച തന്ത്രേ ച ത ഏവ കോവിദാഃ ത്വമേക ആദ്യപുരുഷഃ സുപ്തശക്തിസ്തയാ രജസ്സത്വതമോ വിഭിദ്യത്തെ മഹാനഹം ഖം മരുദഗ്നിവാർധരാः സുരശ്രയോ ഭൂതഗണാ ഇദം യഥാ സൃഷ്ടം സുശക്തിയേതമനുപ്രവിഷ്ടശ്ചതുർവിധം പുരമാത്മാംശകേന അഥോ വിദുസ്തം പുരുഷം സന്തമന്തർഭുങ്ക്തേ ഋഷീകൈർമധു സാരഘം യഃ സേഷ ലോകാൻ അതിചണ്ഡവേഗോ വികർഷസിത്വം ഖലു കാലയാനഃ ഭൂതാനി ഭൂതൈരനുമേയതത്വോ ഘനാവലിർവായുരിവാവിഷഹ്യഃ പ്രമത്തമുച്ചൈരിതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്തഃ സഹസാഭിപദ്യസേ ക്ഷുല്ലേലിഹാനോഹിരിവാഖു അന്തകഃ കസ്ത്വൽപദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്തേവമാനവ്യയമാനകേതനഃ വിശങ്കയാ സ്മദ്ഗുരുരർച്ചതി സ്മയൻ യദ്വിനോപപത്തിം മനവശ്ചതുർദശ. അടുത്ത ശ്ലോകം ആണ് എടുക്കാനുള്ള 68-ാമത്തെ ശ്ലോകം. അഥത്വമസി നോ ബ്രഹ്മൻ പരമാത്മൻ വിപശ്ചിതാം വിശ്വം രുദ്രഭയധ്വസ്തം അകുതശ്ചിൽ ഭയാഗതിഃ. അഥത്വമസി നോ ബ്രഹ്മൻ പരമാത്മൻ വിപശ്ചിതാം വിശ്വം രുദ്രഭയധ്വസ്തം അകുതശ്ചിത് ഭയാഗതിഃ. അല്ലയോ ആ പരമാത്മൻ ബ്രഹ്മൻ, പരമാത്മസ്വരൂപിയായിരിക്കുന്ന ആ ബ്രഹ്മമേ, അതുകൊണ്ട് ആ ലോകത്തെ ആ രുദ്രഭയത്താൽ നടുങ്ങുന്നതായിട്ട് അറിവുള്ള അടിയങ്ങൾക്ക് സർവഭയങ്ങളും ഒടുക്കുന്ന ആ ആശ്രയസ്ഥാനം അങ്ങു തന്നെയാവുന്നു. അപ്പോൾ അഥത്വമസി നോ ബ്രഹ്മൻ, അല്ലയോ പരമാത്മാവേ ബ്രഹ്മൻ, അങ്ങ് തന്നെയാണ് ആ പരമാത്മാവ്. വിപശ്ചിതാം വിശ്വം, അറിവുള്ള ആൾക്കാർ ഈ ലോകത്തിന് രുദ്രഭയം ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. രുദ്രഭയത്താൽ നടുങ്ങുന്നതായിട്ട് ഈ ലോകത്തെ അറിവുള്ളവർക്ക് അറിയാം. എന്നാൽ ധ്വസ്തമകുതശ്ചിത് ഭയാഗതിഃ, എന്നാൽ ആ സർവഭയങ്ങളും എടുക്കുന്ന ആ ആശ്രയസ്ഥാനം അത് അങ്ങ് തന്നെയാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹേ പരമാത്മൻ ബ്രഹ്മൻ, അല്ലയോ പരമാത്മസ്വരൂപിയായിരിക്കുന്ന ബ്രഹ്മമേ, അഥ അതിനാൽ വിശ്വം ലോകത്തെ രുദ്രഭയധ്വസ്ത്വം ആ രുദ്രഭയത്താൽ നടുങ്ങുന്നതായിട്ട് വിപശ്ചിതാം അറിവുള്ള നഹ അടിയങ്ങൾ, അത് രുദ്രഭയത്താൽ നടുങ്ങുന്നു ഈ ലോകമെന്ന അറിവുള്ള അടിയങ്ങൾ എന്നർത്ഥം. അടിയങ്ങൾക്ക് അകുതശ്ചിദ്ഭയ, അടിയങ്ങൾക്ക് സർവഭയങ്ങളും ഒടുക്കുന്ന ഗതി ആ ആശ്രയസ്ഥാനം ത്വം അസി അങ്ങ് തന്നെയാകുന്നു. ഒന്നുകൂടി പറയാം. ഹേ പരമാത്മൻ ബ്രഹ്മൻ, അല്ലയോ പരമാത്മസ്വരൂപിയായിരിക്കുന്ന ബ്രഹ്മമേ, അഥ അതിനാൽ വിശ്വം ലോകത്തെ രുദ്രഭയധ്വസ്ത ആ രുദ്രഭയത്താൽ നടുങ്ങുന്നതായി വിപശ്ചിതാം അറിവുള്ള നഹ അടിയങ്ങൾക്ക് അകുതശ്ചിദ്ഭയ സർവഭയങ്ങളും ഒടുക്കുന്ന ഗതി ആശ്രയസ്ഥാനം ത്വം അസി അങ്ങു തന്നെയാകുന്നു. ഇതിലത്തെ ആ അന്വയം നോക്കാം നമ്മൾക്ക്. ഹേ പരമാത്മൻ ബ്രഹ്മൻ അഥ വിശ്വം രുദ്രഭയധ്വസ്തം വിപശ്ചിതാം നഹ
അകുതശ്ചിൽ ഭയാ ഗതി ത്വം അസി. എന്നുകൂടി പറയാം. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ പരമാത്മൻ ബ്രഹ്മൻ അഥ വിശ്വം രുദ്രഭയധ്വസ്ത്വം വിപശ്ചിതാം നഹ അകുതശ്ചിൽ ഭയാ ഗതി ത്വം അസി. അല്ലയോ പരമാത്മസ്വരൂപിയായിരിക്കുന്ന ബ്രഹ്മമേ, അതിനാൽ ലോകത്തെ രുദ്രഭയത്താൽ നടുങ്ങുന്നതായിട്ട് അറിവുള്ള അടിയങ്ങൾക്ക് സർവഭയങ്ങളും ഒടുക്കുന്ന ആശ്രയസ്ഥാനം അവിടുന്ന് തന്നെയാകുന്നു. അല്ലയോ പരമാത്മാവായിരിക്കുന്ന ബ്രഹ്മമേ, ഈ ലോകം രുദ്രഭയത്താൽ നശിക്കുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സംഹാര തത്വം ആ രുദ്രൻ്റെ. അപ്പോൾ അല്ലയോ ബ്രഹ്മമേ, ഈ ലോകം രുദ്രഭയത്താൽ നശിക്കുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷകനായിരിക്കുന്നത് അങ്ങുന്നാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ എല്ലാ ഭയങ്ങളും ആ രുദ്രഭഗവാൻ തന്നെയാണ് ഇല്ലാതെയാക്കുന്നത്. അപ്രകാരമുള്ള അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഇവിടെ ഉപദേഷ്ടാവ് തന്നെയാണ് ആ സംഹാര രുദ്രൻ. അങ്ങനെ ആ രുദ്രനിൽ നിന്നുള്ള ഭയം പോലും ശമിപ്പിക്കുന്നവനാണ് ഈശ്വരൻ അർത്ഥം. ഭഗവാന്മാർ നമ്മെയല്ല, നമ്മിൽ നിന്നുണ്ടാകുന്ന ഭയം പോലും ശമിപ്പിക്കുന്ന സാക്ഷാൽ ഈശ്വരനെയാണ് ഉപാസിക്കേണ്ടതെന്ന് ആണ് ഇവിടെ ഉപദേശം. രുദ്രനിൽ നിന്നുള്ള ഭയം പോലും ശമിപ്പിക്കുന്നവനാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഭഗവാന്റെ ചൈതന്യം. ഭഗവാന്മാർ നമ്മെയല്ല, നമ്മിൽ നിന്നുണ്ടാകുന്ന ഭയം പോലും ശമിപ്പിക്കുന്ന സാക്ഷാൽ ഈശ്വരനെയാണ് ഉപാസിക്കേണ്ടതെന്ന് ഇവിടെ ഉപദേശിക്കുന്നു. രുദ്രൻ എന്നാൽ രോദന സ്വഭാവമുള്ളവനെന്നും രോദനം ചെയ്യിപ്പിക്കുന്നവനെന്നും ഒക്കെ അർത്ഥമുണ്ട്. രുദ്രോ രൗദീതി സതോ രോരൂയമാണോ ദ്രവതീതി വാ. യാസ്കനിരുക്തത്തിൽ പറയുന്നുണ്ട്. രോദേർണിലുക് ച രോദയതീതി രുദ്രഹ എന്നൊക്കെ പറയും. നിലവിളിപ്പിക്കുന്നവൻ, സംഹരിക്കുന്നവൻ, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 68ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ആ ബ്രഹ്മൻ ലോകം മുഴുവൻ ആ നാശഭയഗ്രസ്തമാണ്. അവിടുന്ന് ആ നിത്യാനന്ദ സ്വരൂപനെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിൽ നിന്നും ഭയം വരാതിരിക്കത്തക്ക വിധമുള്ള ആ പരമഗതി അവിടുന്ന് തന്നെയാകുന്നു എന്ന് അടിയങ്ങൾക്ക് അറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ കാലാദികളെയും നിയമനം ചെയ്യുന്ന പരമാത്മാവായും സർവത്ര പരിപൂർണനും ആയിരിക്കുന്ന അല്ലയോ ബ്രഹ്മൻ, സകലവും ആ കാലഭീതിക്ക് അധീനമാണെന്നറിയുന്ന ഞങ്ങൾ യാതൊരു വിധം ആയിരിക്കുന്ന ആ ഭയവും ബാധിപ്പാതിരിപ്പാൻ തക്ക വിധം രക്ഷാസ്ഥാനമായിട്ട് അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. ഹേ ബ്രഹ്മൻ, അല്ലയോ പരമാത്മസ്വരൂപിൻ, വിശ്വം രുദ്രഭയേന ധ്വസ്തം. ആ വിശ്വം തന്നെ ആ സംഹാരം എന്നുള്ള ഭയം കൊണ്ട് പേടിച്ചു വിറച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതോ നോ, എന്നാൽ ഞങ്ങൾ ആ ഭയരഹിത ഗതിസ്ത്വം, അങ്ങയെ ആശ്രയിച്ചിട്ട് ഭയരഹിതമായിട്ട് ഇരിക്കുന്നു. വിശ്വം തന്നെ ആ രുദ്രഭയം കൊണ്ട് അങ്ങനെ ധ്വസ്തമാണ്. അപ്പോൾ ഞങ്ങൾ ഈ സകല ഭയങ്ങൾക്കും ആശ്രയസ്ഥാനം ആയിട്ട്, ഭയമില്ലാത്ത ആശ്രയസ്ഥാനമായിട്ട് അങ്ങയെ ആശ്രയിക്കണമെന്ന് പറയും. ഹേ ബ്രഹ്മൻ, വിശ്വം രുദ്രഭയേന ധ്വസ്തം അതോ നോ ഭയരഹിത, ഭയരഹിതനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗതിസ്ത്വം, അങ്ങയുടെ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കണു. ഹേ ബ്രഹ്മൻ, വിശ്വം രുദ്രഭയേന ധ്വസ്തം അതോ നോ ഭയരഹിത ഗതിസ്ത്വം എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം.
അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇദം ജപതരു ഭദ്രം വോ വിശുദ്ധാ നൃപനന്ദനാഃ സ്വധർമ്മമനുതിഷ്ഠന്തോ ഭഗവത്യർപ്പിതാശയാഃ. ഇദം ജപത ഭദ്രം വോ വിശുദ്ധാ നൃപനന്ദനാഃ സ്വധർമ്മമനുതിഷ്ഠന്തോ ഭഗവത്യർപ്പിതാശയാഃ. അല്ലയോ രാജകുമാരന്മാരെ, ആ ഭഗവാനിൽ അർപ്പിതമായിരിക്കുന്ന മനസ്സർപ്പിച്ചിട്ട് ആ പ്രചേതസ്സുകളോട് പറയാണ്, അല്ലയോ രാജകുമാരന്മാരെ, ഭഗവാനിൽ ആ അർപ്പിതം മനസ്സർപ്പിച്ചിട്ട് ആ വിശുദ്ധഭാവത്തോടെ ആ സ്വധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ഈ രുദ്രഗീതം ജപിക്കുവിൻ. ഈ രുദ്രഗീതം ജപിക്കുവിൻ, ഇത് ഭഗവാന്മാർക്ക് നന്മ വരുത്തും എന്നുള്ളതാണ്. ഇദം ജപത, ഈ രുദ്രഗീതം ജപിക്കൂ. ഭദ്രം വോ, നിങ്ങൾക്ക് മംഗളം വരും. വിശുദ്ധാ നൃപനന്ദന, വിശുദ്ധഭാവത്തോടു കൂടിയിട്ട് ജപിക്കണം ഈ രുദ്രഗീതം. അങ്ങനെയുള്ള രാജകുമാരന്മാരെ, സ്വധർമ്മമനുതിഷ്ഠന്തോ, അങ്ങനെ ഭഗവത്യർപ്പിതാശയ, ആ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് വിശുദ്ധഭാവത്തോടെ ആ സ്വധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ഇത് ജപിക്കുവിൻ. ഭഗവാന്മാർക്ക് ഭഗവത്യർപ്പിതാശയ, ഭഗവാന്മാർക്ക് ഇദം ജപത ഭദ്രം വോ വഹ ഭദ്രം, ഭഗവാന്മാർക്ക് നന്മ വരും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം ഇദം ജപത ഭദ്രം വോ വിശുദ്ധാ നൃപനന്ദനാഃ സ്വധർമ്മമനുതിഷ്ഠന്തോ ഭഗവത്യർപ്പിതാശയാഃ. ഹേ നൃപനന്ദനാഃ, അല്ലയോ രാജകുമാരന്മാരെ, ഭഗവതി, ഭഗവാനിൽ അർപ്പിതാശയാഃ, മനസ്സർപ്പിച്ച് വിശുദ്ധഭാവത്തോടെ സ്വധർമ്മം, സ്വധർമ്മത്തെ അനുതിഷ്ഠന്തഃ, അനുഷ്ഠിച്ചുകൊണ്ട് ഇദം, ഇത് ജപത, ജപിക്കുവിൻ. വഹ ഭദ്രം, ഭഗവാന്മാർക്ക് നന്മ വരും. എന്നുകൂടി പറയാം. ഹേ നൃപനന്ദനാഃ, അല്ലയോ രാജകുമാരന്മാരെ, ഭഗവതി, ഭഗവാനിൽ അർപ്പിതാശയാഃ, മനസ്സർപ്പിച്ച് വിശുദ്ധാഃ, വിശുദ്ധഭാവത്തോടെ സ്വധർമ്മം, സ്വധർമ്മത്തെ അനുതിഷ്ഠന്തഃ, അനുഷ്ഠിച്ചുകൊണ്ട് ഇദം, ഇത് ജപത, ജപിക്കുവിൻ. വഹ ഭദ്രം, ഭഗവാന്മാർക്ക് നന്മ വരും. അതിൽ അന്വയം വന്നിട്ട് ഹേ നൃപനന്ദനാഃ ഭഗവതി അർപ്പിതാശയാഃ വിശുദ്ധാഃ സ്വധർമ്മം അനുതിഷ്ഠന്തഃ ഇദം ജപത വഹ ഭദ്രം. എന്നുകൂടി പറയാം. ഹേ നൃപനന്ദനാഃ ഭഗവതി അർപ്പിതാശയാഃ വിശുദ്ധാഃ സ്വധർമ്മം അനുതിഷ്ഠന്തഃ ഇദം ജപത വഹ ഭദ്രം. അല്ലയോ രാജകുമാരന്മാരെ, ആ ഭഗവാനിൽ മനസ്സർപ്പിച്ച് ആ വിശുദ്ധഭാവത്തോടെ സ്വധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ഇത് ജപിക്കുവിൻ. ഭഗവാന്മാർക്ക് നന്മ വരും. അല്ലയോ രാജപുത്രന്മാരെ, പരിശുദ്ധരായ ഭഗവാന്മാർ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടും ഭഗവാങ്കൽ സമർപ്പിക്കപ്പെട്ട അന്ധക്കരണ വൃത്തിയോടുകൂടിയവരായും ഈ മന്ത്രം ജപിച്ചാലും ഭഗവാന്മാർക്ക് മംഗളം ഭവിക്കട്ടെ. അപ്പോൾ രാജപുത്രന്മാരെ, നിങ്ങൾ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടും ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ടും ഈ സ്തോത്രം ജപിക്കുക, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. സ്വധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടതായ ക്രമത്തെ തന്നെ സ്പഷ്ടമാക്കി കൊടുക്കുകയാണ് ചെയ്യണം. തന്നിലും സർവചരാചരങ്ങളിലും ജീവാത്മാവായും സർവാന്തര്യാമിയായും വസിക്കുന്ന ആ ശ്രീഹരിയെക്കുറിച്ച് തന്നെ കീർത്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് നിരന്തരം പൂജിക്കുവിൻ. ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം. ഹേ പ്രചേതസഃ, അല്ലയോ പ്രചേതസ്സുകളെ, ഭഗവതി, ആ ഭഗവാനിൽ കൃതമനസഃ, അർപ്പിച്ച മനസ്സോട് കൂടിയിട്ട് സർവഭൂതേഷ്വാത്മനി, സർവഭൂതങ്ങളിലുമുള്ള ആത്മാവായിട്ട് ച സ്ഥിതം ഇരിക്കുന്ന ആ ഹരിയെ പൂജയന്തോ, പൂജിക്കൂ, ധ്യായന്തോ, ധ്യാനിക്കൂ, ഗൃണന്ത്യശ്ചേദം ജപതഃ, അദ്ദേഹത്തെ ആശ്രയിച്ചിട്ട് ജപിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹേ പ്രചേതസഃ ഭഗവതി കൃതമനസഃ, അല്ലയോ പ്രചേതസ്സുകളെ, ആ ഭഗവാനിൽ അർപ്പിച്ച മനസ്സോട് കൂടിയിട്ട് സർവഭൂതേഷ്വാത്മനി, സർവഭൂതങ്ങളിലും ഉള്ള ആത്മാവായിട്ട് സ്ഥിതം ച സ്ഥിതം ഹരിം, സ്ഥിതി ചെയ്യണ ഹരിയെ പൂജയന്തോ, പൂജിക്കൂ, ധ്യായന്തോ, ധ്യാനിക്കൂ, ഗൃണന്തശ്ചേദം, ആശ്രയിക്കൂ, ജപതഃ,
ജപിക്കൂ. അപ്പോൾ വ്യാഖ്യാനം വന്നിട്ട് ഹേ പ്രചേതസഃ ഭഗവതി കൃതമനസഃ സർവഭൂതേഷ്വാത്മനി ച വിസ്ഥിതം ഹരിം പൂജയന്തോ ധ്യായന്തോ ഗൃണന്തശ്ചേദം ജപതഃ എന്നതാണ് ആ ശ്ലോകത്തിൻ്റെ 69ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്തത് 70ാമത്തെ. ത്വമേവ ആത്മാനമാത്മസ്ഥം സർവഭൂതേഷു അവസ്ഥിതം പൂജയധ്വം ഗൃണന്തശ്ച ധ്യായന്തശ്ച സകൃദ്ധരിം. സർവഭൂതേ തമേവാത്മാനമാത്മസ്ഥം സർവഭൂതേഷ്വസ്ഥിതം പൂജയധ്വം ഗൃണന്തശ്ച ധ്യായന്തശ്ച സകൃദ്ധരിം. അതാണ് പറഞ്ഞിരിക്കുക. സർവഭൂതങ്ങളിലും അവസ്ഥിതം സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്ന ആത്മസ്ഥം തന്നിൽ തന്നെയുള്ളവനും ആത്മാനം ആത്മസ്വരൂപിയുമായിരിക്കുന്ന തം ഹരിം ഏവ ആ ശ്രീഹരിയെ തന്നെ അസകൃൽ സദാ ഗൃണന്തഃ ച വാഴ്ത്തിക്കൊണ്ടും ധ്യായന്തഃ ച ധ്യാനിച്ചുകൊണ്ടും പൂജയധ്വം പൂജിക്കുവിൻ. എന്നുകൂടി പറയാം. സർവഭൂതങ്ങളിലും സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും അവസ്ഥിതം സ്ഥിതി ചെയ്യുന്നവനും ആത്മസ്ഥം തന്നിൽ തന്നെയുള്ളവനും ആത്മാനം ആത്മസ്വരൂപിയും ആയ തം ഹരിം ഏവ ആ ശ്രീഹരിയെ തന്നെ അസകൃൽ സദാ ഗൃണന്തഃ ച വാഴ്ത്തിക്കൊണ്ടും ധ്യായന്തഃ ച ധ്യാനിച്ചുകൊണ്ടും പൂജയധ്വം പൂജിക്കുവിൻ എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ തന്വയം സർവഭൂതേഷു അവസ്ഥിതം ആത്മസ്ഥം ആത്മാനം തം ഹരിം ഏവ അസകൃൽ ഗൃണന്തഃ ച ധ്യായന്തഃ ച പൂജയധ്വം. എന്നും കൂടി പറയാം. സർവഭൂതേഷു അവസ്ഥിതം ആത്മസ്ഥം ആത്മാനം തം ഹരിം ഏവ അസകൃത് ഗൃണന്തഃ ച ധ്യായന്തഃ ച പൂജയധ്വം. എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനും തന്നിൽ തന്നെയുള്ളവനും ആത്മസ്വരൂപിയും ആയിരിക്കുന്ന ആ ശ്രീഹരിയെ തന്നെ സദാ വാഴ്ത്തിക്കൊണ്ടും ധ്യാനിച്ചുകൊണ്ടും പൂജിക്കുവിൻ എന്നതാണ് അതിൻ്റെ അർത്ഥം വന്നിട്ട് പറയുന്നത്. അപ്പോൾ തന്നിലും സർവചരാചരങ്ങളിലും അന്തര്യാമിത്വേന വർത്തിക്കുന്ന ആ ശ്രീഹരിയെ തന്നെ എപ്പോഴും പൂജിക്കണം, ധ്യാനിക്കണം, കീർത്തിക്കുകയും വേണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹരിയെ തന്നെ നിരന്തരം ധ്യാനിച്ചും സ്തുതിച്ചും സർവാന്തര്യാമിയും തന്നിലും ആത്മസ്വരൂപേണ വർത്തിക്കുന്നവനുമായിരിക്കുന്ന ഭഗവാനെ തന്നെ പൂജിക്കുക. ആ സ്വധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ക്രമത്തെ തന്നെ സ്പഷ്ടമാക്കി കൊടുക്കുന്ന തന്നിലും സർവചരാചരങ്ങളിലും ജീവാത്മാവായും. ഇതാ കഴിഞ്ഞ ശ്ലോകത്തിലെ രാജപുത്രന്മാരെ രാഗാദി വൃത്തമായിരിക്കുന്ന ദോഷങ്ങളെ മനസ്സിൽ നിന്ന് തീരെ കളഞ്ഞും ഹിംസാദി ഘോരകർമ്മങ്ങളെ കൂടാതെ അനായാസേന കിട്ടുന്ന ഫലമൂലാദികളെ കൊണ്ട് ശരീരനിർവഹണ രൂപമായിരിക്കുന്ന ധർമ്മത്തെ അനുഷ്ഠിച്ചും ഭഗവാനിൽ തന്നെ മനസ്സിനെ നിലനിർത്തിയും കൊണ്ട് ഈ സ്തോത്രത്തെ നിങ്ങൾ ജപിക്കുവിൻ, നിങ്ങൾക്ക് മംഗളം ഭവിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ക്രമത്തെ സ്പഷ്ടമാക്കി കൊടുക്കുകയാണ്. തന്നിലും സർവചരാചരങ്ങളിലും ജീവാത്മാവായിട്ടും സർവാന്തര്യാമിയായും വസിക്കുന്ന ആ ശ്രീഹരിയെക്കുറിച്ച് തന്നെ കീർത്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് നിരന്തരം പൂജിക്കുവിൻ. അതുതന്നെയാണ് ഇവിടെ ഈ 2 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ആയിട്ട് ഹേ പ്രചേതസഃ ഭഗവതി കൃതമനസഃ സർവഭൂതേഷ്വാത്മനി ച സ്ഥിതം ഹരിം പൂജയന്തോ ധ്യായന്തോ ഗൃണന്തശ്ചേദം. ഗൃണന്തശ്ചേദം എന്ന് പറഞ്ഞാൽ വാഴ്ത്ത്. ഗൃണന്തശ്ചേദം ജപതഃ, ഇതുപോലെ ജപിക്കുക, അതൊക്കെ ചെയ്യാനാണ് പറയുന്നത്. അതാണ് ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ 71ാമത്തെ ശ്ലോകം നോക്കാം. യോഗാദേശമുപാസാദ്യ ധാരയന്തോ മുനിവ്രതാഃ സമാഹിതധിയഃ സർവ ഏതദഭ്യസതാദൃതാഃ. യോഗാദേശമുപാസാദ്യ ധാരയന്തോ മുനിവ്രതാഃ സമാഹിതധിയഃ സർവ ഏതദഭ്യസതാദൃതാഃ.
യോഗാദേശം എന്ന ഇതിന് ഈ രുദ്രഗീതത്തിന് യോഗാദേശം എന്നുള്ളതാണ് പറയും അതിൻ്റെ പേര്. യോഗാദേശം എന്ന ഇതിനെ എല്ലാവരും ആദരവോടും കേട്ട് മനസ്സിലാക്കി, ഉപസാദ്യ കേട്ട് മനസ്സിലാക്കി മുനിചര്യകളോടുകൂടിയും ഏകാഗ്രതയോടു കൂടിയിട്ടും അതിനെ ഹൃദിസ്ഥമാക്കിയിട്ട് അഭ്യസിച്ചാലും പറയുകയാണ് യോഗാദേശം എന്ന ഏതത് ഇതിനെ സർവേ എല്ലാവരും ആദൃതാഹ ആദരവോടും ഉപസാദ്യ കേട്ട് മനസ്സിലാക്കിയിട്ട് മുനിവ്രതാഹ മുനിചര്യകളോട് കൂടിയിട്ടും സമാഹിതധിയ ഏകാഗ്രതയോട് കൂടിയിട്ടും ധാരയന്ത ഹൃദിസ്ഥമാക്കിയിട്ട് അഭ്യസിച്ചാലും. അപ്പോൾ യോഗാദേശം ഏതത് സർവേ ആദൃതാഹ ഉപസാദ്യ മുനിവ്രതാഹ സമാഹിതധിയഃ ധാരയന്തഃ അഭ്യസത അതാണ് അന്വയം. ഒന്നുകൂടി പറയാം. യോഗാദേശം ഏതത് സർവേ ആദൃതാഹ ഉപസാദ്യ മുനിവ്രതാഹ സമാഹിതധിയഃ ധാരയന്തഃ അഭ്യസത. യോഗാദേശം എന്ന ഇതിനെ എല്ലാവരും ആദരവോടും കേട്ട് മനസ്സിലാക്കിയിട്ട് ആ മുനിചര്യകളോട് കൂടിയിട്ടും ഏകാഗ്രതയോട് കൂടിയിട്ടും അതിനെ ഹൃദിസ്ഥമാക്കിയിട്ട് അഭ്യസിച്ചാലും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ യോഗാദേശം എന്ന ഈ സ്തോത്രം എന്നിൽ നിന്ന് കേട്ട് പഠിച്ച് മുനികളുടെ ചര്യയെ അനുഷ്ഠിച്ച് ഏകാഗ്രതയോടും ആദരവോടും കൂടി ഇതിനെ അധ്യയനം ചെയ്താലും നിങ്ങളെല്ലാവരും ആ യോഗാദേശമെന്ന ഈ പ്രസിദ്ധ സ്തോത്രം പഠിച്ച് മനസ്സിൽ ധരിച്ച് മറ്റൊന്നും ഉച്ചരിക്കാതെ ഏകാഗ്രചിത്തരായിട്ട് ശ്രദ്ധയോടെ പിന്നെയും ഇത് അഭ്യസിക്കുക. യോഗാദേശം എന്നു പേരായിട്ടുള്ള ഈ സ്തോത്രത്തെ എന്നിൽ നിന്ന് കേട്ട് മനസ്സിലുറപ്പിച്ചവരും മുനികളെപ്പോലെ ആഹാര നിയമങ്ങളോട് കൂടിയവരും മനസ്സിനെ ചലിപ്പിക്കാതെ ആ ഭഗവത് രൂപത്തിൽ തന്നെ നിർത്തുന്നവരായിട്ട് നിങ്ങളെല്ലാവരും ഇതിനെ ആദരപൂർവം ആവർത്തിച്ച് ജപിക്കുവിൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വ്യാഖ്യാനത്തിൽ പറയേണ്ട യൂയമിതം നിങ്ങൾ യൂയമിതം സ്തോത്രം ഈ സ്തോത്രം സമാഹിതധിയോ വളരെ സമത്വ ബുദ്ധിയോട് കൂടിയിട്ട് അഭ്യസിക്കാൻ. യൂയമിതം നിങ്ങൾ സ്തോത്രം യൂയമിതം സ്തോത്രം ഈ യോഗാദേശം എന്നുള്ള സ്തോത്രം സമാഹിതധിയോ അഭ്യസത സമാധി സ്ഥമായിട്ട് അതിനെ ഏകാഗ്രചിത്തത്തോടു കൂടിയിട്ട് അഭ്യസിക്കൂ. യൂയമിതം സ്തോത്രം സമാഹിതധിയോ അഭ്യസത എന്നാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ഇദമാഹ പുരാസ്മാകം ഭഗവാൻ വിശ്വസൃക്പതി ഭൃഗ്വാദീനാം ആത്മജാനാം സിസൃക്ഷു സംസിസൃക്ഷതാം. ഇദമാഹ പുരാസ്മാകം ഭഗവാൻ വിശ്വസൃക്പതി ഭൃഗ്വാദീനാം ആത്മജാനാം സിസൃക്ഷു സംസിസൃക്ഷതാം. അപ്പോൾ ആ പ്രജാപതികളുടെ അധിപനായിരിക്കുന്ന ആ ഭഗവാൻ ബ്രഹ്മദേവൻ സൃഷ്ടിക്ക് ഉന്മുഖനായിരിക്കെ ആ സ്വന്തം പുത്രന്മാരും സൃഷ്ടികർമ്മത്തിൽ ഉദ്യമിച്ചവരും ആ ഭൃഗുപ്രഭൃതികളും ആയിരിക്കുന്ന ആ ഞങ്ങൾക്ക് പണ്ട് ഇത് ഉപദേശിച്ചു തന്നു. ആ ബ്രഹ്മദേവൻ ഇദമാഹ പുരാ അസ്മാകം ഭഗവാൻ വിശ്വസൃക്പതി ഭൃഗ്വാദീനാം ആത്മജാനാം സിസൃക്ഷു സംസിസൃക്ഷതാം. ഇത് ഈ ബ്രഹ്മദേവൻ പണ്ട് ഭൃഗ്വാദികളായിരിക്കുന്ന നമ്മൾക്ക് ഉപദേശിച്ചിട്ടുള്ള മന്ത്രമാണ് ഈ യോഗാദേശം എന്ന് പറയുന്നത്. അതാണ് വിശ്വസൃക്പതി പ്രജാപതികളുടെ അധിപനായിരിക്കുന്ന ഭഗവാനായിരിക്കുന്ന ബ്രഹ്മദേവൻ. സിസൃക്ഷു സൃഷ്ടിക്ക് തുനിഞ്ഞ് ഇരിക്കെ സൃഷ്ടി ഉന്മുഖനായിരിക്കെ ആത്മജാനാം സ്വപുത്രന്മാരും സംസിസൃക്ഷതാം സൃഷ്ടികർമ്മത്തിൽ ഉദ്യമിച്ചവരും ആയിരിക്കുന്ന ഭൃഗ്വാദീനാം
ഭൃഗുപ്രഭൃതികളുമായിരിക്കുന്ന അസ്മാകം ഭൃഗ്വാദീനാം ആത്മജാനാം അസ്മാകം സിസൃക്ഷുഹു അസ്മാകം ഞങ്ങൾക്ക് അസംസിസൃക്ഷതാം ഞങ്ങൾക്ക് പുരാ പണ്ട് ഇതം ഇത് ആഹ ഉപദേശിച്ചു തന്നു. എന്നുകൂടി പറയാത്ത പദങ്ങൾ വിശ്വസൃക്പതിഹി പ്രജാപതികളുടെ അധിപനായിരിക്കുന്ന ഭഗവാൻ, അതായത് ഭഗവാൻ ബ്രഹ്മദേവൻ അർത്ഥം. സിസൃക്ഷുഹു സൃഷ്ടിക്ക് ഉന്മുഖനായിരിക്കെ ആത്മജാനാം സ്വപുത്രന്മാരും സംസിസൃക്ഷതാം സൃഷ്ടികർമ്മത്തിൽ ഉദ്യമിച്ചവരും ഭൃഗ്വാദീനാം ഭൃഗുപ്രവൃത്തികളുമായ അസ്മാകം ഞങ്ങൾക്ക് പുരാ പണ്ട് ഇതം ഇത് ആഹ ഉപദേശിച്ചു തന്നു. എന്നുകൂടി പറയാം. വിശ്വസൃക്പതിഹി പ്രജാപതികളുടെ അധിപനായിരിക്കുന്ന ഭഗവാനായിരിക്കുന്ന ബ്രഹ്മദേവൻ സിസൃക്ഷുഹു സൃഷ്ടി ഉന്മുഖനായിരിക്കെ ആത്മജാനാം സ്വപുത്രന്മാരും സംസിസൃക്ഷതാം സൃഷ്ടികർമ്മത്തിൽ ഉദ്യമിച്ചവരുമായിരിക്കുന്ന ഭൃഗ്വാദീനാം ഭൃഗുപ്രഭൃതികളുമായിരിക്കുന്ന അസ്മാകം ഞങ്ങൾക്ക് പുരാ പണ്ട് ഇതം ഇത് ആഹ ഉപദേശിച്ചു തന്നു. അന്വയം വിശ്വസൃക്പതിഹി ഭഗവാൻ സിസൃക്ഷുഹു ആത്മജാനാം സംസിസൃക്ഷതാം ഭൃഗ്വാദീനാം അസ്മാകം പുരാ ഇതം ആഹ. എന്നുകൂടി പറയാം. വിശ്വസൃക്പതി ഭഗവാൻ സിസൃക്ഷുഹു ആത്മജാനാം സംസിസൃക്ഷതാം ഭൃഗ്വാദീനാം അസ്മാകം പുരാ ഇതം ആഹ. പ്രജാപതികളുടെ അധിപനായിരിക്കുന്ന ആ ഭഗവാൻ ബ്രഹ്മദേവൻ സൃഷ്ടിയുന്മുഖനായിരിക്കെ ആ സ്വന്തം പുത്രന്മാരും സൃഷ്ടികർമ്മത്തിൽ ഉദ്യമിച്ചവരും ആയിരിക്കുന്ന ആ ഭൃഗുപ്രഭൃതികളും ആയിരിക്കുന്ന ഞങ്ങൾക്ക് പണ്ടേ ഇത് ഉപദേശിച്ചു തന്നു. അപ്പോൾ സൃഷ്ടിയിൽ ആഗ്രഹമുള്ള ആ ഭഗവാനായിരിക്കുന്ന ഭഗവാൻ ബ്രഹ്മാവ് ആ സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ട സ്വപുത്രന്മാരും ഭൃഗ്വാദികളുമായിരിക്കുന്ന ഞങ്ങൾക്ക് ഇത് പണ്ട് ഉപദേശിച്ചു തന്നതാണ് ഈ യോഗാദേശം എന്ന മന്ത്രം എന്നാണ് ഇതിൽ പറയുന്നത്. സൃഷ്ടി ആഗ്രഹിക്കുന്ന ഭഗവാനായിരിക്കുന്ന ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഭൃഗ്വാദിപുത്രന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് ഇത് പണ്ടേ ഉപദേശിച്ചു തന്നിട്ടുള്ളതാണ്. ഇത് എന്നാൽ സ്വന്തമായി കൽപ്പിക്കപ്പെട്ടതല്ല. ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ബ്രഹ്മദേവൻ്റെ ആജ്ഞാനുസരണം പ്രജകളെ സൃഷ്ടിപ്പാൻ ആഗ്രഹിച്ച് ഭൃഗ്വാദികളായിരിക്കുന്ന ഞങ്ങൾക്ക് സാക്ഷാൽ ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ബ്രഹ്മദേവൻ ഉപദേശിച്ചതാകുന്നു. അതുകൊണ്ടാണ് പ്രജാഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും ഇതിനെ ഞാൻ ഉപദേശിച്ചതെന്ന് സാരം. ഇതിലത്തെ വ്യാഖ്യാനത്തിന് പുരാ അസ്മാകം പണ്ട് എനിക്ക് ഭൃഗ്വാദീനാം പുരാ അസ്മാകം പണ്ട് ഞങ്ങൾക്കും പിന്നെ ഭൃഗ്വാദികൾക്കും ച ബ്രഹ്മേദമേവ ഭൃഗ്വാദികൾക്കും ബ്രഹ്മേദമേവ ജഗാദ ബ്രഹ്മദേവൻ ഇതിനെപ്പറ്റി ഉപദേശിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. പുരാസ്മാകം ഭൃഗ്വാദീനാം ച ബ്രഹ്മേദമേവ ജഗാദ പണ്ട് ഞങ്ങൾക്കും ആ ഭൃഗ്വാദികൾക്കും ആ ബ്രഹ്മദേവൻ ഇതിനെ പറഞ്ഞു തന്നു. പുരാസ്മാകം ഭൃഗ്വാദീനാം ച ബ്രഹ്മേദമേവ ജഗാദ എന്നുള്ളതാണ് അതിൻ്റെ ആ വ്യാഖ്യാനം. ഇതമാഹ പുരാസ്മാകം ഭഗവാൻ വിശ്വസൃക്പതി ഭൃഗ്വാദീനാം ആത്മജാനം സിസൃക്ഷു സംസിസൃക്ഷതാം. അപ്പോൾ അടുത്ത ശ്ലോകം 73-ാമത്തെ ശ്ലോകം. തേ വയം നോദിതാഃ സർവേ പ്രജാസർഗേ പ്രജേശ്വരാഃ അനേന ധ്വസ്തതമസഃ സിസൃക്ഷ്മോ വിവിധാ പ്രജാ
തേ വയം നോദിതാഃ സർവേ പ്രജാസർഗേ പ്രജേശ്വരാഃ അനേന ധ്വസ്തതമസഃ സിസൃക്ഷ്മോ വിവിധാ പ്രജാഃ. ആ പ്രജാപതിമാരായിരിക്കുന്ന ആ ഞങ്ങൾ എല്ലാവരും തന്നെ ആ പ്രജാസൃഷ്ടിയിൽ നിയുക്തരായിട്ട് ഇതിനാൽ ആ ഉന്മൂലനം ചെയ്യപ്പെട്ട ആ തമോ ഗുണത്തോടു കൂടിയവരായിട്ട് വിവിധ തരം പ്രജകളെ സൃഷ്ടിക്കുവാൻ തുടങ്ങി. തേ വയം നൂതിതാഃ സർവേ പ്രജാസർഗേ പ്രജേശ്വരാഃ അനേന ധ്വസ്തതമസഃ സിസൃക്ഷ്മോ വിവിധാ പ്രജാഃ. ആ പ്രജാപതിമാരായിരിക്കുന്ന ഞങ്ങളെല്ലാവരും തന്നെ ആ പ്രജാസൃഷ്ടിയിൽ നിയുക്തരായിട്ട് ഇതിനാൽ ആ ഉന്മൂലനം ചെയ്യപ്പെട്ട ആ തമോ ഗുണത്തോടു കൂടിയവരായിട്ട് ആ വിവിധ തരം പ്രജകളെ സൃഷ്ടിക്കുവാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ പ്രജേശ്വരാഹ പ്രജാപതിമാരായിരിക്കുന്ന തേ വയം സർവേ ആ ഞങ്ങളെല്ലാവരും തന്നെ പ്രജാസർഗേ പ്രജാസൃഷ്ടിയിൽ നോദിതാഹ നിയുക്തരായിട്ട് അനേന ഇതിനാൽ ധ്വസ്തതമസഃ ഉന്മൂലനം ചെയ്യപ്പെട്ട തമോ ഗുണത്തോടു കൂടിയവരായിട്ട് വിവിധാഹ വിവിധ തരം പ്രജാഹ പ്രജകളെ സിസൃക്ഷു സൃഷ്ടിക്കുവാൻ സിസൃക്ഷ്മഃ സൃഷ്ടിക്കുവാൻ തുടങ്ങി. ഒന്നുകൂടി പറയാം. പ്രജേശ്വരാഹ പ്രജാപതിമാരായിരിക്കുന്ന തേ വയം സർവേ ആ ഞങ്ങളെല്ലാവരും തന്നെ പ്രജാസർഗേ പ്രജാസൃഷ്ടിയിൽ നോദിതാഹ നിയുക്തരായിട്ട് അനേന ഇതിനാൽ ധ്വസ്തതമസഃ ഉന്മൂലനം ചെയ്യപ്പെട്ട തമോ ഗുണത്തോടു കൂടിയവരായിട്ട് വിവിധാഹ വിവിധ തരം പ്രജാഹ പ്രജകളെ സിസൃക്ഷ്മഃ സൃഷ്ടിക്കുവാൻ തുടങ്ങി. അന്വയം പ്രജേശ്വരാഹ തേ വയം സർവേ പ്രജാസർഗേ നോദിതാഹ അനേന ധ്വസ്തതമസഃ വിവിധാഹ പ്രജാഃ സിസൃക്ഷുഃ. പ്രജേശ്വരാഹ തേ വയം സർവേ പ്രജാസർഗേ നോദിതാഹ അനേന ധ്വസ്തതമസഃ വിവിധാഹ പ്രജാഃ സിസൃക്ഷുഃ. പ്രജാപതിമാരായിരിക്കുന്ന ആ ഞങ്ങളെല്ലാവരും തന്നെ പ്രജാസൃഷ്ടിയിൽ നിയുക്തരായിട്ട് ഇതിനാൽ ആ ഉന്മൂലനം ചെയ്യപ്പെട്ട തമോ ഗുണത്തോടു കൂടിയവരായിട്ട് വിവിധ തരം പ്രജകളെ സൃഷ്ടിക്കുവാൻ തുടങ്ങി. സിസൃക്ഷ സിസൃക്ഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്കുവാൻ തുടങ്ങി എന്നർത്ഥം. സിസൃക്ഷ്മഃ. അപ്പോൾ അടുത്ത അപ്പോൾ ഇതിലത്തെ ഇത് വന്നിട്ട് നോക്കാം. ആ പ്രജാസൃഷ്ടിയിൽ പ്രേരിപ്പിക്കുന്നവരായിട്ട് ഈ മന്ത്രത്തിൻ്റെ ഇതിനെ അധ്യയനം ചെയ്താലും സൃഷ്ടിയിൽ ആഗ്രഹമുള്ള ഭഗവാനായിരിക്കുന്ന ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ട സ്വപുത്രന്മാരും ഭൃഗ്വാദികളുമായിരിക്കുന്ന ഞങ്ങൾക്ക് ഇത് പണ്ടേ ഉപദേശിച്ചു തന്നതാണ്. ഈ യോഗാദേശം എന്ന മന്ത്രം പ്രജാപതികളായ ഞങ്ങളെല്ലാം പ്രജാസൃഷ്ടിയിൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ട് ഈ മന്ത്രത്തിൻ്റെ പ്രഭാവത്താൽ സർവപ്രതിബന്ധങ്ങളും അതിജീവിച്ച് വിവിധതരം സൃഷ്ടികർമ്മങ്ങളിൽ വ്യാപൃതരായി. അപ്പോൾ ഇവിടെ അർത്ഥം വരുന്നത് സൃഷ്ടി ആ പ്രജാപതിമാരായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും പ്രജാസൃഷ്ടിയിൽ തൽപരരായിട്ട് ഈ സ്തോത്രത്താൽ അജ്ഞാനം നശിപ്പിച്ച് പലതരം പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സ്തോത്രത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പ്രജകളെ വർദ്ധിപ്പിക്കണമെന്നുള്ള ആ ബ്രഹ്മാഗ്നിയെ പരിപാലിപ്പാൻ പുറപ്പെട്ട പ്രജാപതികളായിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഈ സ്തോത്രത്തിൻ്റെ നിരന്തര പഠന മഹാത്മ്യത്താൽ പ്രജാസൃഷ്ടിയിൽ യാതൊരു തടസ്സവും നേരിടാത്തവരായിട്ട് നാനാവിധ പ്രജകളെ സൃഷ്ടിച്ചു. ബ്രഹ്മദേവൻ ഞങ്ങൾക്ക് ഉപദേശിച്ചതും
അനുഭവരൂപേണ ഫലം കാണപ്പെട്ടിരിക്കുന്നതുമായിരിക്കുന്ന ഈ സ്തോത്രത്തെ ഏതൊരു പുരുഷൻ ശ്രീവാസുദേവനെ പരമാശ്രയമായി കരുതി മനസ്സിൽ ചലിപ്പിക്കാതെ അന്യ വിഷയാസക്തി കൂടാതെ നിരന്തരം ജപിക്കുന്നുവോ അവൻ ആഗ്രഹിക്കുന്ന പുരുഷാർത്ഥത്തെ കാലതാമസം കൂടാതെ പ്രാപിക്കും. അത് അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. അഥേദം നിത്യം തതോ ബ്രഹ്മണാ പ്രജാസർഗേ. അതുകൊണ്ട് ആ ബ്രഹ്മാവ് പ്രജാസർഗേ പ്രേരിത വയമനേന, പ്രജാസൃഷ്ടിയിൽ പ്രേരിതന്മാരായിരിക്കുന്ന നമ്മൾക്ക് സ്തോത്രേണ വിവിധാ സൃഷ്ടവന്തഃ. ഈ മന്ത്രത്തിൻ്റെ എപ്പോഴും സൃഷ്ടിയിൽ ആഗ്രഹമുള്ള ഭഗവാനായിരിക്കുന്ന ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ട ആ സുപുത്രന്മാർക്കും ഭൃഗ്വാദികളായിരിക്കുന്ന ഞങ്ങൾക്കും പണ്ട് ഉപദേശിച്ചു തന്നു. ഈ യോഗാദേശം എന്ന മന്ത്രം പ്രജാപതികളായ ഞങ്ങളെല്ലാവരും പ്രജാസൃഷ്ടിയാൽ പ്രേരിപ്പിക്കവരായിട്ട് ഈ മന്ത്രത്തിൻ്റെ പ്രഭാവത്താൽ സർവപ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് വിവിധ തരം സൃഷ്ടികർമ്മങ്ങളിൽ വ്യാപൃതരായി എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയപ്പെടുന്നത്. അപ്പോൾ തതോ ബ്രഹ്മണ പ്രജാസർഗേ പ്രേരിത, പ്രജാസൃഷ്ടിക്കൽ പ്രേരിതരായിരിക്കുന്ന ഞങ്ങൾ ആ ബ്രഹ്മാവിൻ്റെ പ്രേരണ കൊണ്ട് വയമനേന സ്തോത്രേണ, ഈ സ്തോത്രത്തെ വിവിധ സൃഷ്ടവന്തഃ, ജപിച്ചുകൊണ്ട് വിവിധ തരം സൃഷ്ടികളെ ഉണ്ടാക്കി, സൃഷ്ടി ചെയ്തു എന്നർത്ഥം. തതോ ബ്രഹ്മണ പ്രജാസർഗേ പ്രേരിത വയമനേന സ്തോത്രേണ വിവിധ സൃഷ്ടവന്തഃ. ബ്രഹ്മാവിനാൽ ആ സൃഷ്ടിയിൽ പ്രേരണ തന്നിട്ടുള്ള ഞങ്ങൾ ഈ സ്തോത്രം ജപിച്ച് അനേന സ്തോത്രേണ വിവിധ തരത്തിലുള്ള സൃഷ്ടികളെ സൃഷ്ടിച്ചു എന്നർത്ഥം. തതോ ബ്രഹ്മണ പ്രജാസർഗേ പ്രേരിത വയമനേന സ്തോത്രേണ വിവിധ സൃഷ്ടവന്തഃ. ഇനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.